ഒരു ദിവസം, ഒരു കാഴ്ച നിങ്ങളുടെ മുഴുവൻ വർഷം മാറ്റുമോ? അതെ, അതാണ് വിഷു. ഇതൊരു ഉത്സവമല്ല, ഇത് ദൈവത്തിൻ്റെ ഒരു സന്ദേശമാണ്. കേരളത്തിൻ്റെ ആത്മാവിൽ നിറഞ്ഞിരിക്കുന്ന ഒരു ദിനം വിഷു. പുതിയ തുടക്കം, പുതിയ പ്രതീക്ഷ, പുതിയ വെളിച്ചം. പുരാണങ്ങളിൽ പറയുന്നു, ഒരിക്കൽ ഭൂമിയിൽ നരകാസുരൻ എന്ന അസുരൻ അധർമ്മം വിതറി ജനങ്ങളെ ദുരിതത്തിലാഴ്ത്തി. അപ്പോൾ ഭൂമിയെ രക്ഷിക്കാനെത്തിയത് ഭഗവാൻ കൃഷ്ണനാണ്. സത്യഭാമയോടൊപ്പം ധർമ്മത്തിനായി ഒരു മഹായുദ്ധം ആരംഭിച്ചു. അവസാനം നരകാസുരൻ വീണു. അധർമ്മം അവസാനിച്ചു, നന്മ ജയിച്ചു. ഈ വിജയത്തിൻ്റെ സ്മരണയ്ക്കായാണ് വിഷു. വിഷുവിൻ്റെ ഹൃദയം, വിഷുക്കണി, ആദ്യ കാഴ്ച, ആദ്യ അനുഗ്രഹം. വിഷുക്കണി ഒരുക്കുന്നത് വെറുമൊരു ആചാരമല്ല, അതൊരു ആത്മീയ ശാസ്ത്രമാണ്. നിലവിളക്ക്, ദീപം, അജ്ഞാനത്തിൻ്റെ ഇരുട്ട് നീക്കുന്ന ജ്ഞാനം. ഉണക്കലരി അല്ലെങ്കിൽ നെല്ല്, സമൃദ്ധിയുടെ പ്രതീകം, ജീവിതത്തിൻ്റെ അടിസ്ഥാനം. നാളികേരം, പൂർണ്ണത, ആത്മശുദ്ധി. കണിവെള്ളരി, സ്വർണ്ണ നിറം, ഐശ്വര്യം, സമൃദ്ധി. ചക്ക, മാങ്ങ, കദളിപ്പഴം, ദൈവങ്ങൾക്ക് പ്രിയമായ നിവേദ്യം. ഗണപതി, ചക്ക, സുബ്രഹ്മണ്യൻ, മാങ്ങ, കൃഷ്ണൻ, കദളി. ആറന്മുളം വാൽക്കണ്ണാടി, ദൈവത്തോടൊപ്പം സ്വയം കാണുക, ജീവിതത്തിൻ്റെ സത്യം തിരിച്ചറിയുക. കൃഷ്ണവിഗ്രഹം, ദൈവാനുഗ്രഹത്തിൻ്റെ കേന്ദ്രം. കണിക്കൊന്ന, വിഷുവിൻ്റെ ആത്മാവ്, സന്തോഷത്തിൻ്റെ പൂവ്. നാണയങ്ങൾ അല്ലെങ്കിൽ സ്വർണം, ലക്ഷ്മിയുടെ സാന്നിധ്യം. ഗ്രന്ഥം, സരസ്വതിയുടെ അനുഗ്രഹം. എള്ളെണ്ണ അല്ലെങ്കിൽ തിരി, ശുദ്ധിയും ദീപത്തിൻ്റെ ശക്തിയും. വെറ്റില, അടക്ക, ആചാരത്തിൻ്റെ പൂർണ്ണത. ഓട്ടുകിണ്ടി, ജീവൻ്റെ അടിസ്ഥാനം. കണി കാണുന്നതിന് മുമ്പ് കണ്ണിൽ തൊടണം. ഓട്ടുരുളി വൃത്തിയാക്കി അരിയും നെല്ലും നിറച്ച് അതിനു മുകളിൽ നാളികേരം, ചുറ്റും പഴങ്ങൾ. മുൻപിൽ ദീപം, പിന്നിൽ കണ്ണാടി, അടുത്ത് കൃഷ്ണവിഗ്രഹം. ഒരു കാര്യം ശ്രദ്ധിക്കണം, ദീപത്തിൻ്റെ നിഴൽ വിഗ്രഹത്തിൽ പതിക്കരുത്. വിഷു കൈനീട്ടം, സ്നേഹത്തിൻ്റെ പങ്കിടൽ, സന്തോഷത്തിൻ്റെ തുടക്കം. ഈ വിഷുവിൽ നമ്മൾ പ്രാർത്ഥിക്കാം, സമൃദ്ധിയുള്ള ഒരു ജീവിതത്തിനായി, ശാന്തിയുള്ള ഒരു മനസ്സിനായി. ദൈവം നമ്മളോടൊപ്പം ഉണ്ടാകട്ടെ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും വിഷു ആശംസകൾ.